പ്രപഞ്ചരാജാവിൻ്റെ കൽപ്പനയിൽ വിളയിൽ അനിൽ എഴുതിയ കഥ. മെയ് 1 ഗ്രാമപഞ്ചായത്ത് 11/6/2025. എഴുതിയ വർഷം 21/4/2019. എഴുതി അവസാനിച്ച വർഷം 5/8/2019. ഒന്നാം ഭാഗം കഥ തുടരുന്നു. മെയ് 1 ഗ്രാമപഞ്ചായത്ത്. പൊന്നയ്യനും പൊന്നയ്യൻ്റെ ഭാര്യ പൊന്നമ്മയ്ക്കും 2 പുത്രന്മാർ ഉണ്ട്. അവർ രണ്ടുപേരും ബുദ്ധിമാന്മാരുമാണ്. അമ്മയും അച്ഛനും പറയുന്നത് അനുസരിച്ച് സ്നേഹത്തിലും വാത്സല്യത്തിലും ബഹുമാനത്തിലും വളർന്നു വന്നു. എന്നാൽ ഇവരുടെ ഭവനം ഓലമേഞ്ഞ കുടിൽ ആണ്. അച്ഛൻ വളരെയധികം കഷ്ടപ്പെട്ട് 2 പുത്രന്മാരെ പഠിപ്പിച്ച് വലിയ ഒരു ആള് ആക്കാൻ അമ്മയ്ക്കും അച്ഛനും ആഗ്രഹമുണ്ട്. എന്നാൽ ഇവർ താമസിക്കുന്ന സ്ഥലം സ്വന്തമായി ഉള്ളത് 5 സെൻറ്റ് സ്ഥലം. 2 പുത്രന്മാരുടെ പേര്, മൂത്തവൻ്റെ പേര് മുത്തു, രണ്ടാമത്തെ മോൻ്റെ പേര് മുത്തുമണി. ഇവർ രണ്ടുപേരും ചെറുപ്പം മുതൽ കളിക്കൂട്ടുകാരുമായി വളർന്നു. കൊച്ചു ഗ്രാമത്ത് 100-ൽ പരം ഓലമേഞ്ഞ് താമസിക്കുന്ന വീടുകൾ ഉണ്ട്. ഒറ്റയടി പാതയോരവും വയൽവാരവും മലയോരങ്ങളും കാട്ടുവൃക്ഷങ്ങളും പാറക്കൂട്ടങ്ങളും അവിടെയായി കുന്നിൻ ചരിവുകളും ഉണ്ട്. മലയോര താഴ്വരയിൽ പച്ചപ്പുല്ലും പുൽക്കാടുകളും മലമടക്ക് തോടും നെൽപ്പാടങ്ങളും വാഴകൃഷിയും കമുക്, തെങ്ങ്, പന, കൊന്ന, പിന്നക്ക, വെറ്റക്കൊടി കൃഷി എന്നിങ്ങനെയുള്ള പലതരം കൃഷികൾ നമ്മുടെ ഗ്രാമത്ത് ഉണ്ട്. വെറ്റക്കൊടിയുടെ അടുത്തായി കുളവും കാളവണ്ടിയും ഇരുചക്ര വാഹനങ്ങളും ഒഴുകി ഓടുന്നു. കുണ്ടും കുഴിയും കല്ലും മണ്ണും അപകടം നിറഞ്ഞ റോഡ്. ആ ഗ്രാമത്ത് ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും ഉണ്ട്. ഗ്രാമത്ത് മതേതരങ്ങൾ ഒന്നും തന്നെ ഇല്ല. ജാതിയില്ല, മതം ഇല്ല. ആ കൊച്ചു ഗ്രാമത്ത് 1976-ൽ പോയി വരുന്ന ഒറ്റ ട്രിപ്പ് ബസ് വിട്ട് ഗ്രാമത്ത് കള്ളുഷാപ്പും ചെറിയ പല വ്യഞ്ജന കടയും ചായക്കടയും ഉണ്ട്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം